ഹലോ എവരി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇ വി കാഴ്സിനെ പറ്റി പറയാനാണ്. ഇ വി കാഴ്സ് അണ്ടർ 15 lakhs ആ ഒരു ബജറ്റിൽ വരുന്ന ഇ വി കാഴ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ അതിനകത്ത് ഇൻഡെപ്ത് പോകുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വീഡിയോ ഒത്തിരി ലെങ്ത് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് അതിനകത്ത് എന്തൊക്കെ ജസ്റ്റ് ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും ബാറ്ററിയുടെ ഒരു വാറണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്, പിന്നെ ഈ ഒരു 15 lakhs ബജറ്റിനകത്ത് വരുന്ന കാഴ്സ്, ഇ വി കാഴ്സ്, അതാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ പഞ്ച് .ev എന്ന് പറയുന്ന നമ്മുടെ കുറച്ചാളിന് മുമ്പ് ഇറങ്ങിയ ഒരു വാഹനമാണ്. അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. വെഹിക്കിളിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല. 5-star റേറ്റിംഗ് വരുന്നുണ്ട് വാഹനത്തിന്. ഇതിനൊരു 421 കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. നമുക്കൊരു റിയൽ ടൈം എനിക്ക് തോന്നുന്ന ഒരു 315 അല്ലെ 280 ആ ഒരു റേഞ്ച് ഒക്കെ റിയൽ ടൈം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളിപ്പം ഈ ഒരു പഞ്ച് ഇ വിയിൽ 2 വേരിയന്റ് നമുക്ക് നമ്മളിപ്പം ഇതിനകത്ത് ഈ ഒരു 15 lakhs ബജറ്റിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. 2 വേരിയന്റിൽ എന്ന് പറയുന്നത് എംപവേർഡ് പ്ലസ് എസ് എന്ന് പറയുന്ന ഒരു വേരിയന്റും, പിന്നെ നമുക്ക് അഡ്വഞ്ചർ എസ് എന്ന് പറയുന്നതുമാണ്. അഡ്വഞ്ചർ എസ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ആണ്. കമ്പനി പറയുന്ന ഈ ഒരു 421 കിലോമീറ്റർ ക്ലെയിം ചെയ്യുന്ന ലോങ് റേഞ്ച് വരുന്നതാണ്. അത് വന്നിട്ട് 35 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് വരുന്ന ഒരു വാഹനമാണ്. മറ്റേത് പറഞ്ഞാൽ 25 ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ എംപവേർഡ് എസ് എന്ന് പറയുന്നത് പക്ഷെ ടോപ്പ് വേരിയന്റ് ആണ്. ഇതാണ് ഈ 2 വേരിയന്റ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. പിന്നെ ഈ പഞ്ച് ഇ വി ഓൾമോസ്റ്റ് ഒരു 12 lakhs മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് സ്മാർട്ട് എന്ന് പറയുന്ന വേരിയന്റ് മുതൽ, അത് സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയിട്ട് വരുന്ന ഈ പഞ്ച് .ev അതൊരു 12 lakhs മുതൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു 15 lakhsനകത്ത് നിൽക്കുന്ന വേരിയന്റുകളാണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ മേളിലോട്ട് നമുക്ക് വേരിയന്റുകളുണ്ട്. ലോങ് റേഞ്ച് നോക്കുന്നവരാണെങ്കിൽ അഡ്വഞ്ചർ എസ് എന്ന് പറയുന്ന വേരിയന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ. പിന്നെ വെഹിക്കിളിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു അഡ്വഞ്ചർ എസ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ 7-inch ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, എനിക്ക് തോന്നുന്നത് 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട് വെഹിക്കിളിൽ. പിന്നെ നമുക്ക് മറ്റേ എംപവേർഡിലേക്ക് വരുമ്പോഴത്തേനും മെയിനായിട്ട് വ്യത്യാസം എന്ന് പറയുന്നത് 10-inch സ്ക്രീൻ വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടെ ഫീച്ചേഴ്സ് നമുക്ക് ഒരു എംപവേർഡ് എസ് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുന്നത് 8 വർഷം കൊടുക്കുന്നുണ്ട് ടാറ്റ. അതിൽ നമുക്ക് 1,60,000 കിലോമീറ്ററും അല്ലെങ്കിൽ 8 വർഷം, ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് ഒരു ബാറ്ററിയുടെ ഒരു വാറണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 80 bhp ആണ് വെഹിക്കിളിന്റെ ഒരു പവർ വരുന്നത്. 114 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു പവർ റേഷ്യോ ഒക്കെയാണ്. ആ ഒരു പവർ ഫിഗേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ലൊരു പവർ ഫിഗേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ പഞ്ച് ഇ വിയുടെ അത്രയാണ് ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഇനിയിപ്പോ അടുത്ത വാഹനം എന്ന് പറയുന്നതും ടാറ്റയിൽ നിന്ന് തന്നെയാണ്. ടാറ്റ ടിയാഗോ ആണ്. ടിയാഗോ ഇ വി ആണ് പറയാനുള്ളത്. നമുക്ക് XZ പ്ലസ് എന്ന് പറയുന്ന ടെക് ലെക്സ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ലോങ് റേഞ്ച് നമുക്ക് കിട്ടും. അതും വിത്ത് ഫാസ്റ്റ് ചാർജിങ് ആണ്. അത് വന്നിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നമുക്ക് വരും. ഈ ടിയാഗോ ഇ വി നമുക്ക് ഒരു 868 ആ ഒരു റേഞ്ച് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ഒരു 15 lakhsനകത്ത് നിൽക്കുന്ന ഒരു XZ പ്ലസ് എന്ന് പറയുന്ന ടോപ്പ് വേരിയന്റ് ആണ്. നമുക്ക് അതിൽ ലോങ് റേഞ്ച് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനും വരുന്ന ഒരു വേരിയന്റ് ആണ് വരുന്നത്. 74 bhp ആണ് വെഹിക്കിളിന് വരുന്നത്. 114 Nm ടോർക്കും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. 24 കിലോവാട്ട് ആണ് അതിന്റെ ഒരു ബാറ്ററിയുടെ ഒരു ഇത് വരുന്നത്. 315 ആണ് റേഞ്ച് ടിയാഗോയുടെ കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് അതിന്റെ ഒരു ഡീറ്റെയിൽസ്. പിന്നെ അതിനകത്ത് ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കിന് നമുക്ക് 7-inch സ്ക്രീൻ വരുന്നുണ്ട്, 8 സ്പീക്കേഴ്സ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ. പിന്നെ വാറണ്ടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ സെയിം ആണ്. 8 വർഷം വാറണ്ടി ബാറ്ററി ഇതിന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1,60,000 കിലോമീറ്ററും വാറണ്ടി. അത് രണ്ടിൽ ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിലാണ് വാറണ്ടി കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വാറണ്ടി ആണ്, നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. അടുത്തത് വന്നിട്ട് നമുക്ക് സിട്രോണിന്റെ C3 എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതിൽ നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റ് തന്നെ ഷൈൻ വൈബ് ഡ്യുവൽ ടോൺ എന്ന് പറയുന്ന ഒരു വേരിയന്റ് നമുക്ക്
ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ വരുന്നുണ്ട്. സിട്രോൺ C3 നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാർട്ടിങ് ഒരു 13-10 മുതൽ സ്റ്റാർട്ടിങ് വേരിയന്റ് വരുന്നുണ്ട്. അതിൽ നമുക്കിപ്പം ബാറ്ററിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ 29.2 കിലോ വാട്ടിന്റെ ഒരു ബാറ്ററിയാണ് വരുന്നത്. അതിൽ ക്ലെയിം ചെയ്യുന്നത് 320 കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 56 bhp 143 Nm ടോർക്കുമാണ് നമ്മുടെ സിട്രോൺ EC3 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഫീച്ചേഴ്സ് വന്നിട്ട് നമുക്കൊരു 10-inch സ്ക്രീൻ വരുന്നുണ്ട്, 4 സ്പീക്കേഴ്സ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ചാർജിങ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു സിട്രോൺ EC3യിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സിട്രോണിന്റെ EC3യുടെ ഒരു വാറന്റി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 year വാറന്റിയും 1,40,000 കിലോമീറ്ററുമാണ് വാറന്റി കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് വരുന്ന വാഹനം എന്ന് പറയുന്നത് ടിഗോർ ആണ്. അതും ടാറ്റയുടെ വെഹിക്കിൾ ആണ്. ടാറ്റയുടെ ടിഗോർ EV എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റ് നമുക്ക് XZ പ്ലസ് എന്ന് പറയുന്ന ലെക്സ് അല്ലെ ലക്ഷറി ലൈൻ വരുന്ന ആ ഒരു വേരിയന്റ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ടിഗോർ നമുക്കൊരു 13.55 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വേരിയന്റ് വരുന്നുണ്ട്. ഇതിൽ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് ഞാനിപ്പോ ഈ പറഞ്ഞേക്കുന്നത്. അതിന്റെ ഒരു റിയൽ ടൈം അല്ലെങ്കിൽ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു 223 ആ റേഞ്ച് ഒക്കെ, അല്ലെ 210 220 ആ ഒരു റേഞ്ച് നമുക്ക് കണക്ക് കൂട്ടാം റിയൽ ടൈം. ഇതൊക്കെ അപ്രോക്സിമേറ്റ് ആണ്, നമുക്ക് ഒരിക്കലും നമുക്കിതൊന്നും ഒരു എന്താ പറയുന്നത് ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോ ഡ്രൈവിംഗ് ഹാബിറ്റ്സ് പോലൊക്കെ ഇരിക്കും. അപ്പൊ അത്രയാണ് അതിന്റെ ഒരു റേഞ്ച് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫീച്ചേഴ്സ് വന്നിട്ട് 7-inch സ്ക്രീൻ വരുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, 8 സ്പീക്കേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് 8 വർഷം വാറന്റിയും വരുന്നുണ്ട്. 1,60,000 കിലോമീറ്റർ തന്നെയാണ് വാറന്റി വരുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച്.